ഡൊണാൾഡ് ട്രംപ് വീണ്ടും അദ്ദേഹത്തിൻ്റെ നാക്കുപിഴ കൊണ്ട് വലിയൊരു വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ നടക്കുന്ന സമയത്ത് ജോർജിയ മെലനി എന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി അവർ സെൽഫി എടുക്കാൻ എന്നോട് കെഞ്ചി എന്നാണ് ട്രംപ് പറഞ്ഞത്. അത് സ്ഥിരമായിട്ട് ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്താണ് നോബൽ സമ്മാനം കിട്ടാത്തത്, അതുപോലെ ഞാനാണ് ഇവിടെ ലോകത്തിൽ സമ്മാനം കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഭാഷണങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് ജോർജിയ മെലനി വന്ന് എന്നോട് കെഞ്ചിയത് കൊണ്ടാണ് ഞാൻ സെൽഫി എടുക്കാൻ നിന്ന് കൊടുത്തത്. പക്ഷേ ഈ സംഭവം വലിയ രീതിയിൽ തിരിച്ചടിച്ചു. ജോർജിയ മെലനി ഉടനെ തന്നെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ആളുടെ അടുത്ത് പോയി കെഞ്ചിയിട്ടൊന്നുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ജോർജിയ മെലനി പറഞ്ഞു. അതേസമയം തന്നെ ഇറ്റലിയിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രി അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കി. ഇറ്റലിയിൽ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി ഇത്തരത്തിൽ മോശമായിട്ട് സംസാരിച്ചതിൻ്റെ. അപ്പോൾ ട്രംപിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാറ്റോ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയെ അനുകൂലിച്ച് നിന്നിരുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഈ ജോർജിയ മെലനി ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രംപിസ്റ്റ് എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ ട്രംപിൻ്റെ നയങ്ങളിലെയും അമേരിക്കയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായിരുന്നു. അത് ഈ പറയുന്ന ഇറാൻ യുദ്ധത്തിൻ്റെ കാലം വരെ അങ്ങനെ നടന്നു. പക്ഷേ ഇറാൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റലിയുടെ ബേസുകൾ, എയർ ബേസുകൾ അമേരിക്ക ഉപയോഗിക്കരുത് എന്ന് കൃത്യമായിട്ട് ജോർജിയ മെലനി പറഞ്ഞു. കാരണം അത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. ആ ഒരു സ്റ്റാൻഡ് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായിട്ട് ഈ യുദ്ധത്തിനെതിരായി സംസാരിച്ച് ജോർജിയ മെലനി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ വിരോധം ഓൾറെഡി ട്രംപിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞത്. കാരണം അവർ ഒന്ന് മെലനിയെ ചെറുതാക്കുക, അങ്ങനെ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രത്തലവന്മാരെയും ട്രംപ് ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചെറുതാകും തോറും കൂടുതൽ തൊഴിൽ നിൽക്കുന്ന രാഷ്ട്രത്തലവന്മാരും ഈ ലോകത്തുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് മറുപടി പറയാതിരിക്കുക, അല്ലെങ്കിൽ കേട്ടില്ലെന്ന് നടിക്കുക. വീണ്ടും വീണ്ടും ട്രംപ് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം വിനീത വിധേയത്വത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം രാഷ്ട്രത്തലവന്മാർ ഈ ലോകത്തുള്ളതുകൊണ്ട് ട്രംപ് വിചാരിച്ച് ഇത് ഒരു കുഴപ്പമില്ല, എന്നോട് കെഞ്ചിയതുകൊണ്ടാണ് ഞാനൊരു സെൽഫിക്ക് സമ്മതിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പങ്കുവച്ച് സമ്മതിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മെലനി ശരിക്ക് തിരിച്ചടിച്ചു. അങ്ങനെ ട്രംപിൻ്റെ ഔദാര്യത്തിൽ ഫോട്ടോ എടുക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല എന്നും ഇറ്റലി എന്നൊരു രാജ്യം ട്രംപിൻ്റെ അധികാരപരിധി ഉള്ളതല്ല എന്നും ഒക്കെ മെലനി പറയുകയും, അതേപോലെ തന്നെ ഇറ്റലി ഒരു രാജ്യമെന്ന നിലയിലും ഇതിനെ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പോൾ അതോടുകൂടി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വല്പമെങ്കിലും ഈ ട്രംപിൻ്റെ നയങ്ങളോടും അമേരിക്കയോടും അനുഭാവം പുലർത്തിയിരുന്ന ഒരു യൂറോപ്യൻ രാജ്യമായിരുന്നു ഇറ്റലി. അത് ഇറാൻ യുദ്ധകാലത്ത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ആ ദേഷ്യം തീർക്കാൻ ട്രംപ് ഒരു ശ്രമം നടത്തി. പക്ഷേ എന്ത് സംഭവിച്ചു? അത് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. വീണ്ടും വീണ്ടും ട്രംപ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്ത് സംഭവിച്ചു? ലോകത്തിലെല്ലാവർക്കും മനസ്സിലായി ഇത് വെറും ട്രംപിൻ്റെ വിടുവായത്തമാണെന്നുള്ളത്. ഇറ്റലി വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ നമ്മൾ ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തെ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കണം. കാരണം അവരുടെ പ്രൈഡിനെതിരെ ചെറിയ ഒരു പരാമർശം ട്രംപ് നടത്തിയപ്പോൾ തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. പക്ഷേ അതേസമയം തന്നെ ട്രംപിൻ്റെ വലിയ പരാമർശങ്ങൾക്ക്, വലിയ നാണക്കേടുണ്ടാക്കുന്ന പരാമർശങ്ങൾക്കെതിരെ വളരെ ദുർബലമായ ശബ്ദത്തിലാണ് മറ്റു പല രാജ്യങ്ങളും പ്രതികരിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ട്രംപിനെ ഭയപ്പെട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളും ഉള്ളപ്പോൾ ഇറ്റലിയുടെ മാതൃക, അതുപോലെ നേരത്തെ ശ്രീലങ്കയുടെ മാതൃക ഒക്കെ വളരെ പ്രശംസനീയമാണ്. കാരണം സ്വന്തം പരമാധികാരം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള കീഴടങ്ങലിനും അവരാരും തയ്യാറല്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. അങ്ങനെ ട്രംപിൻ്റെ നാക്കുപിഴ വീണ്ടും ട്രംപിനൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. അല്ല, നാണക്കേടിൻ്റെ പ്രശ്നമില്ല, ട്രംപിന് അങ്ങനെ ഒരു വിഷയമേ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ അത് ട്രംപിൻ്റെ യൂറോപ്പിലെ ഈ നാറ്റോ സഖ്യത്തിലുള്ള ഇപ്പോൾ തന്നെ തീർന്നുകൊണ്ടിരിക്കുന്ന പ്രീതിക്ക് അത് വലിയൊരടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് നാറ്റോ സഖ്യത്തിൽ അവസാനം ഉണ്ടായിരുന്നൊരു കക്ഷിയായിരുന്നു ഇറ്റലി കൂടി ട്രംപിനെ കൈവിട്ടിരിക്കുന്നു.